രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസ് പ്രതികളെ മാനസിക നില പരിശോധിക്കാനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് സന്നാഹത്തോടെയാണ് പ്രതികളെ എത്തിച്ചിരിക്കുന്നത്. ശിക്ഷാവിധിക്ക് മുന്നോടിയായാണ് പരിശോധന. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നാണ് നിലവിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപൂർവങ്ങളിൽ അത്യപൂർവമാണ് ഈ കേസെന്നും നിലവിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കൃത്യമായ തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. അതുകൊണ്ട് തന്നെയാണ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന എല്ലാ വകുപ്പുകളും നിലനിൽക്കുമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് പ്രതികളുടെ മാനസിക നില പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? രാജീവ്, വധശിക്ഷ വരെ ലഭിക്കാവുന്ന കേസാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസ്. അത് അത്ര ശക്തമായാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇന്നലെ വാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതി ഇന്നലെ ഈ 25-ാം തീയതിയിലേക്ക് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിന്റെ ഒരു വിധി പറയാനായി 25-ലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് കോടതി പറഞ്ഞത് ഇവരുടെ ഈ പ്രതികളുടെ മാനസിക നില പരിശോധിക്കണം എന്നാണ്. മാനസിക ആരോഗ്യനില പരിശോധിക്കാനായി ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ് വൻ പോലീസ് സന്നാഹത്തോടെ ഇന്ന് രാവിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാവേലിക്കര സബ് ജയിലിൽ നിന്നും ഈ 15 പ്രതികളെയും എത്തിച്ചിട്ടുള്ളത്. ഈ കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായാണ് ഇത്തരം പരിശോധനകൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ പ്രതികളെ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ കേസ് പരിഗണിച്ച സമയത്ത് ശക്തമായ വാദം തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഈ കേസിലെ പ്രതികളായ 15 SDPI പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്കും വധശിക്ഷ നൽകരുത്, ശിക്ഷയിൽ ഇളവ് നൽകണം എന്ന വധശിക്ഷ നൽകരുതെന്ന് ഈ പ്രതിഭാഗം ആവർത്തിച്ച് പറയുകയുണ്ടായി. എന്നാൽ ഈ കേസ് അതിഭീകരമായ കൊലപാതകം, അതിക്രൂരമായ കൊലപാതകമാണ് രഞ്ജിത്ത് ശ്രീനിവാസന്മേൽ പ്രതികൾ നടത്തിയത്. മാത്രമല്ല, സംരക്ഷണം നൽകേണ്ട അമ്മയുടെയും ഒപ്പം തന്നെ മകളുടെയും ഒക്കെ മുന്നിൽ വെച്ച് അതിക്രൂരമായി മുഖത്ത് പരിക്കേൽപ്പിച്ചുകൊണ്ട് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തി. ഈ കാരണം കൊണ്ട് തന്നെ അതിക്രൂരമായ കൊലപാതകമാണ്. അതുകൊണ്ട് പ്രതികൾ പുറത്തിറങ്ങിയാൽ നാടിന് തന്നെ ആപത്താണ്. നിരോധിത തീവ്രവാദ സംഘടനയുടെ ഭാഗമാണ് പ്രതികൾ. കൊലപാതകം നടത്താനുള്ള പരിശീലനം സിദ്ധിച്ചവരാണ് പ്രതികൾ. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ ഇന്നലെയും കോടതിയിൽ ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായി കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ കേസിലെ 15 പ്രതികളെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാനസിക ആരോഗ്യനില പരിശോധിക്കാനായി കൊണ്ടുവന്നിട്ടുള്ളത്. രാജീവ്, വളരെ ദാരുണമായ കൊലപാതകം നടത്തിയ പ്രതികളുടെ മാനസിക നില പരിശോധിക്കാനുള്ള കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യമാണ് നിലവിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷേ കേരള സമൂഹം ഒന്നാകെ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അത്രത്തോളം വളരെ ദാരുണമായ കൊലപാതകം തന്നെയാണ് പ്രതികൾ നടത്തിയിട്ടുള്ളത്. നിഷയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.